പിന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായ മുളപ്പിച്ച ചെറുപയർ തോരനാണ് ഇന്നത്തെ ഐറ്റം. ചെറുപയർ മുളപ്പിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഇരട്ടിയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു പകുതി സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഐറ്റത്തിന് ഇവിടെ ചിലവ് കൂടുതലാണ്. ശേഷം നമുക്കിതിലേക്ക് മുളപ്പിച്ച് ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് ഇടിച്ച മുളകാണ് ചേർക്കുന്നത്. ഇടിച്ച മുളക് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1-2 സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി ചിരകിയ നാളികേരം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ നല്ല രുചികരമായ മുളപ്പിച്ച ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. സംഭവം കിടുവാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.